ഹായ് പ്യാരെ ബച്ചോ, MS സൊല്യൂഷന്റെ ഉറുദു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ പരീക്ഷാ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ചോദ്യമാണ് കവിതയുടെ ആശയം എഴുതാൻ, അതായത് നസം കാ മഫ്ഹൂം ലിഖ്ന, കവിതയുടെ ആശയം എഴുതാനുള്ള ഒരു ചോദ്യം. അപ്പോൾ ഇതിന് എങ്ങനെ ഏറ്റവും ഈസി ആയ മാർഗത്തിൽ നമുക്ക് ആൻസർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ MS സൊല്യൂഷന്റെ ഉറുദു ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കൂ, കവിതയുടെ ആശയം എഴുതാനുള്ള പൊതുവായിട്ടുള്ള ഒരു ഫോർമാറ്റാണ് എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം തന്നെ ഇവിടെ ഈ മഞ്ഞയുള്ള ഭാഗത്ത് മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ബാക്കിയുള്ളത് അതേപോലെ തന്നെ എഴുതിയാൽ കവിതയുടെ ആശയം എഴുതാനുള്ള ഒരു സിമ്പിളായ വഴിയാണ്. നോക്കൂ, യ നസം, ഈ കവിത ഡാഷ് ഉർദു കെ മഷ്ഹൂർ ഷായിർ. ഇവിടെ ഡാഷ് എന്നുള്ള സ്ഥലത്ത് ഈ നസമിൻ്റെ പേര് എഴുതുക, കവിതയുടെ പേര് എഴുതുക. അപ്പോൾ ഈ കവിത എന്നിട്ട് കവിതയുടെ പേര് ഉർദു കെ മഷ്ഹൂർ ഷായിർ, ഉറുദുവിൻ്റെ പ്രസിദ്ധനായ കവി. ഇവിടെ കവിയുടെ പേരും എഴുതി കൊടുക്കുക. കി ഏക്ക് ബഹ്തരൻ നസം ഹേ, വളരെ സുന്ദരമായ ഒരു കവിതയാണ്. ബഹ്തരം എന്ന് പറഞ്ഞാൽ നല്ല ഒരു കവിതയാണ്. കവിയുടെ പേര്, കവിതയുടെ പേര്. ഇസ് നസം മേം, ഈ കവിതയിൽ ഷായിർ കവി ബഹുത് ഖൂബ്സൂറത്ത് അന്ദാസ് മേം, വളരെ ഭംഗിയുള്ള രൂപത്തിൽ ഇവിടെ കവിതയുടെ വിഷയം എഴുതുക. കോ ബയാൻ കിയാ ഹേ, വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കവിതയുടെ വിഷയം എഴുതിയിട്ട് അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ് നസം കാ മർക്കസി ഖയാൽ, ഈ കവിതയുടെ കേന്ദ്ര ആശയം യേ ഹേ, ഇതാണ്. കെ എന്തെന്നാൽ, എന്നിട്ട് എന്ത് ചെയ്യുക, കവിതയുടെ സന്ദേശം, അതിൻ്റെ പൈഗാം എന്താണോ അത് ഇവിടെയും എഴുതി കൊടുക്കുക. ഇസ് നസം കോ, ഈ കവിതയെ ലിഖ്നെ കെ ലിയെ, എഴുതാൻ വേണ്ടി ഷായിർ നമ്മുടെ കവി ബഹുത് ഹി ആസാൻ ഔർ സാദ അൽഫാസ്, വളരെ ലളിതവും എളുപ്പമുള്ളതുമായ വാക്കുകൾ, ആസാൻ ഔർ സാദ, ലളിതവും എളുപ്പമുള്ളതായ വാക്കുകൾ ഇസ്തിഅമാൽ കിയാ ഹേ, ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കവിതയുടെ ആശയം എഴുതാനുള്ള വളരെ സിമ്പിളായ, വളരെ ഈസി ആയ ഒരു ഫോർമാറ്റ് എന്നുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് പൂരിപ്പിച്ചാൽ എങ്ങനെയുണ്ടെന്ന് വായിച്ചു നോക്കാം. ഇവിടെ യേ നസം, ഈ കവിത ഫരിന്ദേ കി ഫരിയാദ്, പരിന്ദേ കി ഫരിയാദ്, പക്ഷിയുടെ പരാതി എന്നാണ് കേട്ടോ ഈ കവിതയുടെ പേര്. അപ്പോൾ കവിതയുടെ പേരെന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക, പരിന്ദേ കി ഫരിയാദ്. ഉർദു കെ മഷഹൂർ ഷായിർ അല്ലാമ ഇഖ്ബാൽ, ഉണ്ടോ, ഇവിടെ കവിയുടെ പേര് എഴുതി കൊടുത്തു. ഉർദു കെ മഷഹൂർ ഷായിർ അല്ലാമ ഇഖ്ബാൽ കി ഏക്ക് ബഹ്തരീൻ നസം ഹേ, ഒരു വളരെ നല്ല കവിതയാണ്. ഇസ് നസം മേം, ഈ കവിതയിൽ ഷായിറിനെ കവി ബഹുത് ഖൂബ്സൂറത്ത്, വളരെ ഭംഗിയുള്ള അന്ദാസ് മേം, രൂപത്തിൽ ആസാദി കി, ഉണ്ടോ, ആസാദി കി അഹ്മിയത്ത്. അപ്പോൾ ഈ കവിതയുടെ മൗസു എന്താണ്, വിഷയം എന്താണ്, ആസാദി കി അഹ്മിയത്ത്, സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്നുള്ളതാണ് കവിതയുടെ വിഷയം. അഹ്മിയത്ത് കോ, പ്രാധാന്യത്തെ ബയാൻ കിയാ ഹെ, വിശദീകരിച്ചിട്ടുണ്ട്. ഇസ് നസം ക, ഈ കവിതയുടെ മർക്കസി ഖയാൽ, കേന്ദ്ര ആശയം യേ ഹെ, ഇതാണ്. കെ എന്തെന്നാൽ ഉലാമി ഏക്ക് ലഅനത്ത് ഹെ ഔർ ഹർ ജാൻദാർ കോ ആസാദ് പസന്ത് ഹോത്തി ഹെ. ഉലാമി, അടിമത്തം, ഏക്ക് ലഅനത്ത് ഹെ, ഒരു ശാപമാണ്. ഔർ ജാൻദാർ, ഔർ ഹർ ജാൻദാർ, എല്ലാ വിഭാഗക്കാരും ആസാദി പസന്ത് ഹോത്തി ഹെ, എന്ത് ചെയ്യുന്നു, സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എല്ലാ വിഭാഗവും, എല്ലാവരും സ്വാതന്ത്ര്യത്തെ ഇഷ്ടപ്പെടുന്നു എന്നുള്ള ഇത് പറഞ്ഞതാണ് ഇതിൻ്റെ കേന്ദ്ര ആശയം എന്നുള്ളത്. ഇസ് നസം കോ, ഈ കവിത ലിഖ്നെ കെ ലിയെ, എഴുതാൻ വേണ്ടി ഷായിറിനെ ബഹുത് ഹി ആസാൻ ഔർ സാദ അൽഫാസ് കിയ, വളരെ ലളിതവും എളുപ്പമുള്ളതായ ഭാഷ കവി ഉപയോഗിച്ചു. ഇത് എല്ലാ കവിതയുടെ മഫ്ഹൂമിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോർമാറ്റാണ്. പിന്നെ നമുക്ക് എല്ലാ കവിതയിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു 4 ടിപ്സുകൾ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷായിർ, പൊതുവായി ഉപയോഗിക്കാൻ പറ്റിയ പ്രയോഗങ്ങളാണ് പറയുന്നത്. ഷായിർ ഇസ് നസം മേം കഹ്തേ ഹേ, കവി ഈ കവിതയിൽ പറയുന്നു. കെ എന്തെന്നാൽ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ എന്താണ് കവി പറയുന്നത് അത് പൂരിപ്പിച്ചു കൊടുക്കുക. മറ്റൊരു പോയിന്റ്, ഇസ് നസം കെ സരീഅ ഷായിർ ഹമേം യേ പൈഅം ദേതേ ഹേ. ഇസ് നസം കെ സരീഅ, ഈ കവിതയിലൂടെ ഷായിർ കവി ഹമേം നമുക്ക് യേ പൈഅം ദേതേ ഹേ, ഈ ഒരു സന്ദേശമാണ് നൽകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, കവിതയുടെ സന്ദേശം എന്താണോ അതിവിടെ എഴുതി കൊടുക്കുക. മറ്റൊന്ന്, ഷായിറിനെ ഇസ് നസം മേം, കവി ഈ കവിതയിൽ ബഹുത് ഖൂബ്സൂറത്ത്, വളരെ ഭംഗിയുള്ള തശ്ബീഹാത്ത് കോ ഇസ്തിഅമാൽ കിയാ ഹേ, ഉപമകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉപമകൾ കണ്ടോ, ഉപമകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കവിതയിലും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പോയിന്റാണിത്.
ये नज़म ഈ കവിത ഹമാരെ ദിൽ പർ ഗഹ്ര അസർ ചോഡ്തി ഹെ വളരെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ കവിത നമ്മുടെ ഹൃദയത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. ഈ പോയിന്റ് നമുക്ക് എല്ലാ കവിതയിലും എഴുതാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരു കവിതയുടെ മഫ്ഹൂം എഴുതാനുള്ള ഒരു ഫോർമാറ്റാണ് നൽകിയിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ ഇനിയും വരും. എല്ലാ പ്രിയ കൂട്ടുകാരും MS സൊല്യൂഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ശുക്രിയ.